നമസ്കാരം, എൻ്റെ പേര് പ്രശാന്ത്. ഞാൻ പാലക്കാട് ജില്ലയിലെ കരിപ്പോട് എന്ന ഗ്രാമത്തിൽ അടിച്ചിറയിലാണ് താമസം. എൻ്റെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് കരിപ്പോട് മുറുക്കാണ്. കരിപ്പോട് മുറുക്ക് എന്ന് പറയുന്നത് ഏകദേശം 300ഓളം വർഷത്തെ പാരമ്പര്യമുള്ള ഒരു പ്രൊഡക്റ്റാണ്. അപ്പോൾ ഞങ്ങൾ തന്നെ ഉണ്ടാക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 100ഓളം വർഷത്തെ പാരമ്പര്യം ഞങ്ങൾക്കുണ്ട്. അപ്പോൾ ഇത് 4ാമത്തെ തലമുറയിൽപ്പെട്ട ഞാനാണ് ഇപ്പോൾ ഈ സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ പഠനം കഴിഞ്ഞ് ഇറങ്ങിയ ഡിപ്ലോമയായിരുന്നു ചെയ്തിരുന്നത്. പഠനം കഴിഞ്ഞ് ഇറങ്ങിയതിന് ശേഷം നമ്മൾ പാരമ്പര്യ തൊഴിൽ കൊണ്ട് നടക്കാനുള്ള ഒരാൾക്കാരില്ലാത്ത കാരണം അതിലോട്ട് തന്നെയാണ് നമ്മളിതിൽ ഇറങ്ങിയത്. ഏകദേശം ഒരു 10ഓളം വർഷമായി നമ്മളിത് കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകുന്നു. പഴയ കാലത്തിൽ നിന്നും ട്രഡീഷണൽ മെത്തേഡിൽ നിന്നും മാറിയിട്ട് ഏകദേശം മെക്കനൈസ്ഡ് ആയിട്ട് മെഷീനിലും ഹാൻഡ് മെയ്ഡിലും 2 തരത്തിലും നമ്മൾ കരിപ്പോട് മുറുക്ക് ഉൽപ്പാദിപ്പിച്ച് വരുന്നത്. നമ്മൾ കരിപ്പോട് മുറുക്ക് എന്ന് പറയുന്നത് മെയിനായിട്ട് അറിയപ്പെടുന്നത് അരിമുറുക്ക് എന്നുള്ള രീതിയിലാണ്. അരിമുറുക്കിൽ തന്നെ വലിയ ഐറ്റം, ചെറിയ ഐറ്റം അങ്ങനെയുള്ള രീതിയിൽ ഉണ്ടാക്കുന്നുണ്ട്. അതുകൂടാതെ തന്നെ കടലമുറുക്ക് എന്ന് പറയും, അതും വലുത് ചെറുത് എന്നുള്ള രീതിയിൽ. അതുകൂടാതെ നമ്മൾ കാലത്തിന് ഒപ്പം നമ്മൾ സഞ്ചരിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ട് നമ്മൾ മെഷീനറികൾ കൊണ്ട് മുറുക്കുകൾ നിർമ്മിക്കുന്നുണ്ട്. അതിൽ തന്നെ വലിയ മുറുക്ക്, ചെറിയ മുറുക്ക്, അതായത് കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ഏത് സൈസിൽ വേണമെങ്കിലും നമുക്ക് മുറുക്ക് ഉണ്ടാക്കാം. അതിൽ ഇപ്പോൾ ഞാൻ കരിപ്പോട് മുറുക്ക് എന്നുള്ളത് സുധാ ഫുഡ്സ് എന്നുള്ളൊരു സ്ഥാപനം പുതിനാരം കൊല്ലങ്കോട് റൂട്ടിൽ അടിച്ചിറ എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്നുണ്ട്. എൻ്റെ വീടിനോടനുബന്ധിച്ച് തന്നെയാണ് കൗണ്ടർ സെയിൽ. അതൊരു ഷോപ്പായിട്ട് തന്നെ നമുക്ക് ഇവിടുന്ന് പർച്ചേസ് ചെയ്യാവുന്നതാണ്. കൂടാതെ എൻ്റെ സാധനം പല ജില്ലകളിലും, പാലക്കാടിന് പുറമെ പല ജില്ലകളിലും, തൃശ്ശൂർ, എറണാകുളം, അതുപോലെ തന്നെ മലപ്പുറം, കോഴിക്കോട്, വയനാട്, അതുപോലെ തന്നെ നമ്മുടെ തമിഴ്നാട്ടിലെ ദിണ്ടുക്കൽ, പഴനി, ട്രിച്ചി അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ നമ്മൾ മുറുക്ക് എടുത്തിട്ട് പോയിട്ട് ആളുകൾ സപ്ലൈ ചെയ്യുന്നുണ്ട്. അതുകൂടാതെ തന്നെ ഞങ്ങൾ ഡയറക്റ്റായിട്ടും സപ്ലൈ ചെയ്യുന്നുണ്ട്. അതുകൂടാതെ വിശേഷ ദിവസങ്ങളിൽ ഇപ്പോൾ കല്യാണം, അതുപോലെ തന്നെ പ്രസവത്തിന് അയക്കുക, അങ്ങനെയുള്ള കർമ്മങ്ങൾക്കൊക്കെ നമ്മുടെ മുറുക്ക്, അതായത് ഏറ്റവും അവിഭാജ്യ ഘടകമായിട്ടാണ് നമ്മുടെ മുറുക്ക് എല്ലാവരും എടുക്കുന്നത്. അപ്പോൾ ഞാൻ ജനിച്ചപ്പോൾ മുതൽ കരിപ്പോട് മുറുക്ക് കണ്ടാണ് വളർന്നു വന്നിരുന്നത്. അപ്പോൾ അന്നത്തെ കാലത്ത് വെച്ച് പറഞ്ഞാൽ ബ്രാൻഡിങ് എന്ന് പറയുന്നത് അത്രത്തോളം പരിചിതമല്ലാത്ത സമയമായിരുന്നു. അപ്പോൾ ഏകദേശം ഒരു ബ്രാൻഡിങ് എന്നുള്ള രീതിയിലേക്ക് മാറിയത് ഏകദേശം ഒരു 10ഓളം വർഷത്തെ ഗ്യാപ്പിലാണ് ഈ ബ്രാൻഡിങ് എന്നുള്ള രീതിയിലോട്ട് നമ്മളിപ്പോൾ കടന്നു വന്നത്. ഇപ്പോൾ മുറുക്ക് അന്ന് നമ്മൾ ജനിക്കുമ്പോൾ പല ബേക്കറി പ്രോഡക്റ്റ് നമുക്ക് ഇപ്പോൾ കാണുന്ന പോലെ അന്നൊന്നും ഇല്ലായിരുന്നു. ഇപ്പോൾ മെയിനായിട്ടുള്ള ഒരു പ്രോഡക്റ്റ് പറയുന്നത് മുറുക്ക് തന്നെയാണ്. അപ്പോൾ നമ്മൾ ഇത് കഴിച്ച് തന്നെയാണ് ഞങ്ങളും വളർന്നു വന്നത്. ഇതിലൂടെ തന്നെയാണ് വിദ്യാഭ്യാസം പൂർത്തിയാക്കിയതും അതുപോലെ തന്നെ വീട് കാര്യങ്ങളെല്ലാം വെച്ചതും ഈ ഒരു സംരംഭത്തിലൂടെ തന്നെയാണ് നമ്മൾ വളർന്നു വന്നിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ കാലത്തിനനുസരിച്ച് സഞ്ചരിക്കുക. അപ്പോൾ കരിപ്പോട് മുറുക്കിന് പുറമേ തന്നെ നമ്മൾ അതിനോടൊപ്പം തന്നെ നാടൻ പലഹാരങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അതായത് പൊക്കോട, മിക്സർ, പിന്നെ പപ്പടവട, പീച്ച് മുറുക്ക്, പിന്നെ തട്ടുവട, അച്ചപ്പം, കുഴലപ്പം, പിന്നെ കൊണ്ടാട്ടങ്ങൾ പറയും, വറ്റൽ ഐറ്റംസ്, പാലക്കാടൻ രീതിയിലുള്ള വറ്റൽ ഐറ്റംസിൽ അരിക്കൊണ്ടാട്ടം, ഉണ്ണിത്തണ്ട് കൊണ്ടാട്ടം, ഉള്ളി കൊണ്ടാട്ടം, കപ്പയ്ക്ക, വെണ്ടയ്ക്ക, പയറ്, മുളക്, ഇങ്ങനെയുള്ള വറ്റൽ ഐറ്റംസ് കൂടെ ഇപ്പോൾ ഞങ്ങൾ പ്രൊമോട്ട് ചെയ്ത് ഞങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. അതായത് സുധാ ഫുഡ്സ് എന്നുള്ള ബ്രാൻഡിൽ തന്നെ നമ്മളത് സെയിൽ ചെയ്ത് വരുന്നുണ്ട്. കൊണ്ടാട്ട ഐറ്റംസ് എല്ലാം വന്നിട്ട് നമ്മൾ വറുത്ത് ഉപയോഗിക്കുന്നത്, അതായത് നമ്മൾ പപ്പടം പോലെ തന്നെ എല്ലാം നമ്മൾ എണ്ണയിലിട്ട് വറുത്ത് ഉപയോഗിക്കുന്ന ടൈപ്പാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അതും ഏറ്റവും നല്ല ക്വാളിറ്റിയിലാണ് ഉണ്ടാക്കുന്നത്. അതുകൂടാതെ നമ്മൾ കൊണ്ടാട്ടത്തിനെടുക്കുന്നപ്പോൾ പച്ചക്കറികളായാൽ തന്നെ നമ്മളത് എലവഞ്ചേരി നിന്നാണ് നമ്മളത് കളക്ട് ചെയ്യുന്നത്. നമ്മൾ എലവഞ്ചേരി എന്ന് പറയുന്ന ഒരു പച്ചക്കറി ഗ്രാമം കൂടിയിട്ടാണത്. അവിടെ നിന്നാണ് നമ്മൾ ഈ പച്ചക്കറി കളക്ട് ചെയ്തിട്ടാണ് നമ്മൾ കൊണ്ടാട്ട ഐറ്റംസ് എല്ലാം ഉണ്ടാക്കിയെടുക്കുന്നത്. ഇല്ല, നമ്മൾ പ്രൊഡക്റ്റ് വന്നിട്ട് ഇപ്പോൾ ഓൺലൈനിൽ നമ്മൾ അയച്ചു കൊടുക്കുന്നില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉടഞ്ഞു പോകാൻ സാധ്യത കൂടുതലാണത്. അപ്പോൾ നമ്മൾ ഏറ്റവും സോഫ്റ്റ് ആയിട്ടുള്ള മുറുക്കുകളാണ് നമ്മളിപ്പോൾ നിർമ്മിച്ചു തരുന്നത്. അത് കാരണം നമുക്ക് അയച്ചു കൊടുക്കാനുള്ള ഒരു സന്ദർഭം നമുക്ക് ഇപ്പോൾ ഇല്ല. അപ്പോൾ നേരിട്ട് എല്ലാവർക്കും നമ്മുടെ ഷോപ്പിൽ നേരിട്ട് വന്നിട്ട് ഇത് പർച്ചേസ് ചെയ്യാവുന്ന. നമ്മളിപ്പോൾ വ്യവസായ വകുപ്പ്, അതായത് ജില്ലാ ഭരണകൂട വ്യവസായ വകുപ്പിൻ്റെ കീഴിൽ തന്നെ പല എക്സിബിഷനുകളിലും നമ്മൾ പങ്കെടുക്കാറുണ്ട്. അപ്പോൾ എക്സിബിഷൻ കൗണ്ടറിലൂടെ തന്നെ നമ്മളുടെ പ്രൊഡക്റ്റ് എല്ലാവർക്കും പരിചയപ്പെടുത്തി കൊടുക്കുന്നുമുണ്ട്. അപ്പോൾ അവർ അത് ടേസ്റ്റ് ചെയ്തിട്ട് നമ്മുടെ പ്രൊഡക്റ്റ് വാങ്ങാൻ വേണ്ടി നേരിട്ട് നമ്മളെ സമീപിക്കാറുണ്ട്. നമുക്ക് അവരുടേതായിട്ടുള്ള ആവശ്യാനുസരണം നമ്മൾ ഉണ്ടാക്കി കൊടുക്കാറുമുണ്ട്. നമ്മളിപ്പോൾ കരിപ്പോട് മുറുക്കെന്ന് പറയുന്നത് നമ്മൾ പീസ് റേറ്റ് ആയിട്ടും കൊടുക്കുന്നുണ്ട്, തൂക്കം എന്നുള്ള രീതിയിലും കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ കൊടുക്കുന്നത് 200 ഗ്രാം എന്നുള്ള റേഷ്യോയിലാണ് നമ്മളിപ്പോൾ പാക്ക് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ തന്നെ ഇപ്പോൾ ഒരു മുറുക്കിൽ തന്നെ 3 അല്ലെങ്കിൽ 4 തരം സൈസിലാണ് നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്നത്, ചെറിയ ഐറ്റം, വലിയ ഐറ്റം എന്നുള്ള രീതിയിൽ. ഇതിൽ തന്നെ നമ്മളിപ്പോൾ കളർ ചേഞ്ച് അല്ല അത് പറയുന്നത്, നമ്മൾ അരിമുറുക്ക്, കടലമുറുക്ക്, അതിലാണ് നമ്മൾ കളർ വേരിയേഷൻ ഉള്ളത്. നമ്മളിതിൽ കളർ പൊടി ചേർക്കുകയോ അല്ലാതെ കെമിക്കൽ ചേർക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. നാച്ചുറൽ ആയിട്ടുള്ള അരിയിൽ നിന്ന് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നതാണ് കരിപ്പോട് മുറുക്ക്. നമ്മളിപ്പോൾ കരിപ്പോട് മുറുക്ക് എന്ന് പറയുന്നത് ഏകദേശം ഒരു 300ഓളം ഫാമിലി, അതായത് കുടിൽ വ്യവസായം എന്നുള്ള രീതിയിൽ ഞങ്ങളുടെ നാട്ടിൽ തന്നെ ചെയ്തു വരുന്നുണ്ട്. അതിലൊരു യൂണിറ്റാണ് ഇപ്പോൾ സുധാ ഫുഡ്സ് എന്ന് പറയുന്ന എൻ്റെ ഒരു യൂണിറ്റ്.
ഇപ്പോൾ എല്ലാവർക്കും അവരുടേതായിട്ടുള്ള കച്ചവടങ്ങളും കാര്യങ്ങളും ഉണ്ട്. കൂടാതെ ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം പറയുന്നതാണ്, കോമ്പറ്റീഷൻ എന്നുള്ള രീതിയില്ല. നല്ല സാധനം കൊടുത്തു പറഞ്ഞാൽ ആ ബ്രാൻഡ് തപ്പി ആൾക്കാർ തീർച്ചയായിട്ടും നമ്മളെ സമീപിച്ച് വരും. ഇപ്പോൾ സുധാ ഫുഡ്സ് എന്നൊരു സംരംഭം തുടങ്ങിയപ്പോൾ നമ്മൾ മെക്കനൈസറായിട്ട് നമ്മൾ നല്ല രീതിയിൽ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന സാധനങ്ങൾക്ക് ഡിമാൻഡ് എപ്പോഴും കൂടിക്കൊണ്ടാണ് വരുന്നത്. അപ്പോൾ അതിനോടൊപ്പം തന്നെ ഇപ്പോൾ നമ്മൾ പുതിയ മെഷീനറികൾ ഇമ്പോർട്ട് ചെയ്തതിന് ശേഷം നമ്മൾ പ്രൊഡക്ഷൻ കൂട്ടാനുള്ള ഒരു അടുത്ത ഘട്ടത്തിലേക്ക് നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മളൊരു ലിമിറ്റഡ് നമ്പേഴ്സ് ഓഫ് മുറുക്കാണ് നമ്മളിപ്പോൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് തന്നെ നമുക്ക് ഒരു ദിവസം ഇത്ര കപ്പാസിറ്റി എന്നുള്ള രീതിക്ക് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ അതിൽ കൂടുതൽ നമുക്ക് ഓർഡേഴ്സ് കിട്ടി വെച്ചാൽ നമുക്ക് ഒരിക്കലും ഇപ്പോൾ എടുക്കാൻ പറ്റുന്നില്ല, ആൾക്കാർക്ക് എത്തിച്ചു കൊടുക്കാനും പറ്റുന്നില്ല. അപ്പോൾ അതിനാണ് നമ്മൾ അടുത്ത ഘട്ടം എന്നുള്ള രീതിയിലേക്ക് പുതിയ മെക്കനൈസ്ഡ് ആയിട്ട് പുതിയ മുറുക്കുകൾ നമ്മൾ അതായത് വിപണിയിലേക്ക് ഇറക്കുവാനും അതിനോടൊപ്പം തന്നെ കുറച്ച് പേർക്ക് തൊഴിൽ കൊടുക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് നമ്മൾ യൂണിറ്റ് വിപുലീകരിക്കാൻ വേണ്ടി അടുത്ത ഘട്ടത്തിലോട്ട് പോകുന്നത്. അത് വ്യവസായ വകുപ്പിന്റെ സഹകരണത്തോടുകൂടി തന്നെയാണ് ഇപ്പോൾ അതിനുള്ള പ്രാരംഭ പ്രവർത്തനങ്ങൾ നടന്നു വരുന്നുണ്ട്. നമ്മളിപ്പോൾ മുറുക്കെന്നല്ല, നമ്മൾ ഇൻഡസ്ട്രിയെ സംബന്ധിച്ചും ഇപ്പോൾ കേരള ഗവൺമെന്റ് അതേപോലെ വ്യവസായ വകുപ്പ് നൽകുന്ന സപ്പോർട്ട് ഏറ്റവും വളരെയധികം വലുതാണ്. നമ്മളൊരു പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോയാൽ കിട്ടുന്ന അത്രയും സപ്പോർട്ട് നമ്മളിപ്പോൾ വ്യവസായ വകുപ്പിന്റെ എല്ലാ ഓഫീസുകളിലും നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ അവരുടെ ഒരു സപ്പോർട്ട് ഉള്ള കാരണം കൊണ്ട് മാത്രമാണ് നമ്മൾ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കാം എന്നുള്ള രീതിയിലേക്ക് തന്നെ നമ്മൾ എത്തിപ്പെടാൻ തന്നെ മെയിൻ കാരണം. തീർച്ചയായും പുതിയ സംരംഭത്തിലേക്ക് കടന്നു വരുന്ന ഓരോ വ്യക്തികളും ആ ചെയ്യുന്ന സംരംഭം എന്താണോ അതിനെക്കുറിച്ച് നന്നായി പഠിക്കുക, അതിൻ്റെ മാർക്കറ്റ് എന്താണോ അത് പഠിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം കടന്നു വരിക. കാരണം നമുക്ക് തുടങ്ങാൻ വളരെ ഈസിയാണ്. അത് മാർക്കറ്റിംഗ് അത് ചെയ്ത് കിട്ടിയില്ല വെച്ച് പറഞ്ഞാൽ ആ ഒരു സ്ഥാപനം നഷ്ടത്തിലേക്ക് തന്നെ പോകും. അപ്പോൾ അതിനു മുമ്പ് തന്നെ നമ്മൾ റിസ്ക് എടുത്ത് തന്നെ ആ സംരംഭം എന്താണോ നമ്മൾ തുടങ്ങാൻ ഉദ്ദേശിക്കുന്നത് അതിനെക്കുറിച്ച് നന്നായി പഠിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ആ സംരംഭത്തിലേക്ക് ഇറങ്ങുകയാണെങ്കിൽ നിങ്ങളുടെ കൂടെ നിൽക്കാൻ വ്യവസായ വകുപ്പ് തീർച്ചയായും നിങ്ങളുടെ കൂടെ സപ്പോർട്ടിനുണ്ടാവും. ഇപ്പോൾ എൻ്റെ കുടുംബത്തിലെ ഭാര്യ, അച്ഛൻ, അമ്മ, അനിയൻ, മുത്ത്. ഇപ്പോൾ എൻ്റെ കൂടെ തന്നെ എൻ്റെ ഫാമിലി ഫുൾ എൻ്റെ സംരംഭത്തിൽ ഇൻവോൾവ്ഡ് ആണ്. എല്ലാവരും എന്നോടൊപ്പം തന്നെ സഞ്ചരിച്ച് എൻ്റെ പാതയിൽ തന്നെ എല്ലാവരും ഫുള്ളായിട്ട് സപ്പോർട്ടിനുണ്ട്. ഇപ്പോൾ എൻ്റെ സുധാ ഫുഡ്സ് എന്നുള്ള സംരംഭത്തിൻ്റെ എൻ്റെ ഷോപ്പ് അഡ്രസ്സ് വരുന്നത് പാലക്കാട് ജില്ലയിലെ പുതുനേരം കൊല്ലങ്കോട് റോഡ് എന്ന് പറയും. പാലക്കാട് നിന്ന് കൊല്ലങ്കോട്ട് പോകുന്ന വഴിയിൽ അടിച്ചിറ എന്ന സ്ഥലത്ത് ഗണപതി ക്ഷേത്രത്തിന് എതിർവശത്തായിട്ടാണ് നമ്മുടെ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത്.